ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്റർ. ഓക്കെ, വാട്ട് ഇറ്റ്സ് നെയിം? എൻ്റെ പേരെന്താണ്? എറേഴ്സ് ആൻഡ് ദെയർ റെക്ടിഫിക്കേഷൻ. സോ നമ്മൾ നോക്കടാ, ഇങ്ങനെ കുറേ അക്കൗണ്ടിങ് വർക്ക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സോ മെനി എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ചിലപ്പോൾ സംടൈംസ് ഒക്കെ എന്ത് വരാം, എറേഴ്സ് വരാം. സോ അങ്ങനെ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളത് ശരിയാക്കി എടുക്കുക എന്നതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു ഇതിൽ കവർ ചെയ്യാനുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് അക്കൗണ്ടിങ് എറർ ആൻഡ് മെത്തേഡ് ഓഫ് ലൊക്കേഷൻ ഓഫ് ദ അക്കൗണ്ടിങ് എറേഴ്സ്. അക്കൗണ്ടിങ് എറേഴ്സ് അതിൻ്റെ മീനിങ് ഓഫ് അക്കൗണ്ടിങ് എന്താണ്, മീനിങ് ഓഫ് എറർ ആൻഡ് മെത്തഡ് ഓഫ് ലൊക്കേഷൻ ഓഫ് ദ അക്കൗണ്ടിങ് എറേഴ്സ്. എവിടേക്കാണ് അക്കൗണ്ടിങ് എറേഴ്സ് വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ എവിടേക്കാണ് അക്കൗണ്ടിങ് എറേഴ്സ് വരിക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ദ അക്കൗണ്ടിങ് എറേഴ്സ്. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? പല പല ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിങ് എറേഴ്സ് സംഭവിക്കും. സോ അത് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് മെത്തേഡ്സ് ഓഫ് റെക്ടിഫിക്കേഷൻ എറേഴ്സ്. എങ്ങനെയാണ്, എന്താണ് റെക്ടിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലത്തെ മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് നമുക്കത് റെക്ടിഫൈ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പ്രിപ്പയർ ദ സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ മുമ്പ് ഒരിക്കലും ഇവിടെ കണ്ടിട്ടുണ്ട്. അതായത് ട്രയൽ ബാലൻസ് ടാലി ആവാത്തതുണ്ടോ, നമ്മൾ ടാലി ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിച്ചത് സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ എറേഴ്സ് ഒക്കെ വരുമ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ടോപ്പിക്കിലോട്ട് കടന്നാലടാ. ഇതുവരെ എടുത്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് മീനിങ് ആൻഡ് ഓഫ് അക്കൗണ്ടിങ് എറേഴ്സ് ആൻഡ് ദർ ലൊക്കേഷൻ. എപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ്ങിൽ എറേഴ്സ് വരുന്നത് ആൻഡ് ദർ ലൊക്കേഷൻ, എങ്ങനെയാണ് അത് അലോക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ എവിടെയാണെന്ന് മനസ്സിലാക്കും. നമുക്ക് ജസ്റ്റ് ഈ ഒരു ലൈൻസിലൂടെ പോകാം. പിന്നെ മെനി മിസ്റ്റേക്ക്, നമ്മളൊരു മനുഷ്യനാണ്. സോ അതുകൊണ്ട് ഒരുപാട് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആസ് വൺ ഡിറ്റക്ട് ഷീ ഓർ ഷീ കറക്റ്റ് ദാറ്റ്. നമ്മൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഏതാണ് എറേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതെന്ത് ചെയ്യും, തിരുത്തും. ഇൻ ദ സിമിലർ മാനർ, അതുപോലെ തന്നെ ആൻ അക്കൗണ്ടന്റ് ആൾസോ മേക്ക് മിസ്റ്റേക്സ് ആൻഡ് കമ്മിറ്റ് എറേഴ്സ്. അക്കൗണ്ടിനും ഒരുപാട് എറേഴ്സ് വരാം, അതെന്ത് ചെയ്യാം. അതുപോലെ തന്നെ പോസ്റ്റിംഗ് ട്രാൻസാക്ഷൻ. ഓക്കെ, ദീസ് ആർ കോൾഡ് അക്കൗണ്ടിങ് എറേഴ്സ്. ഇതിനെ നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ്. അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിലും ഒരുപാട് എന്താ പറയുക എറേഴ്സ് സംഭവിക്കാം. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിലും എന്ത് ചെയ്യാം, ഒരുപാട് എറേഴ്സ് സംഭവിക്കാം. സോ അങ്ങനെ എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ, അത് അക്കൗണ്ടിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് അക്കൗണ്ടിങ് എറേഴ്സ് പറയും. ഓക്കെ, accounting errors are committed by a person responsible for recording and maintaining the accounts of business of the firm. എപ്പോഴാണ് ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആർക്കാ വരിക? ഇത് റെക്കോർഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും, ഈ ബുക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അയാൾക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക, എറേഴ്സ് വരാം. എററും ഫ്രോഡും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാക്കും. ചില ആൾക്കാർ മനഃപൂർവ്വം എറേഴ്സ് ചെയ്യും, എന്തിനും അവർക്ക് പൈസ മുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എററാണ്, നോട്ട് എറർ, ഫ്രോഡ്. ഓക്കെ, these errors may be in the form of omitting transaction of record. ചിലതട നമ്മൾ വിട്ടുപോകും, എന്തെങ്കിലും ഇപ്പോൾ പർച്ചേസ് നടത്തി നമുക്ക് വിട്ടുപോകാനുള്ള മനുഷ്യന്മാരല്ല. റെക്കോർഡിംഗ് റോങ് ബുക്സ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നോടത്ത് സെയിലിൽ കൊണ്ടുപോയി അങ്ങനെ വരാറ്. റോങ് അക്കൗണ്ട് ആൻഡ് റോങ് ടോട്ടലിംഗ് ആൻഡ് സോ ഓൺ, ചിലപ്പോൾ കൂട്ടിയപ്പോൾ തെറ്റിപ്പോയി. ഇതുകൊണ്ടൊക്കെ എന്ത് വരാം, ഇനി അക്കൗണ്ടിങ് എറേഴ്സ് ക്യാൻ ടേക്ക് ദ ഫോളോയിങ് ഫോം. താഴെ പറയുന്ന രൂപത്തിലൊക്കെയാണ് എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് എറേഴ്സ്, അക്കൗണ്ടിങ്ങിൽ തെറ്റുകൾ വരാനുള്ള ചാൻസസ്. ഓരോന്നാണ് വൺ ബൈ ആയിട്ട് താഴെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിലെ ഫസ്റ്റ് വന്നാണ് ഒമിഷൻ ഓഫ് റെക്കോർഡിംഗ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ ഓർ എ സ്പെഷ്യൽ പർപ്പസ് ബുക്സ്. ഈ സ്പെഷ്യൽ പർപ്പസ് ബുക്സ് എന്ന് പറയുന്നത് ജേണലിൽ വിട്ടുപോവുക. നമ്മൾ ജേണൽ എഴുതിയപ്പോൾ ഒരു പർച്ചേസ് നമ്മൾ കണ്ടില്ല, മനസ്സിലായി, വിട്ടുപോയി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി എഴുതുമായിരുന്നു ഓരോ പർച്ചേസും, നമ്മൾ അതിന്റെ വോച്ചേഴ്സ് വെച്ചിട്ട്. വോച്ചർ എന്താ മനസ്സിലായല്ലോ, ഡോക്യുമെന്റ്സ്. ഓക്കെ, പ്രൂഫ് ഓഫ് അക്കൗണ്ടിങ് ആണ് എന്ത് വോച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ അതൊക്കെ എഴുതുമ്പോൾ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് ഒരു തെറ്റല്ലേ, എററാണ്. രണ്ടാമത്, നോട്ട് പോസ്റ്റിംഗ് ദ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ വേരിയസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ദ റെസ്പെക്റ്റീവ് അക്കൗണ്ടിങ് ഇൻ ലെഡ്ജർ. ഇനി നമ്മൾ
ഈ ജേണലിനും സ്പെഷ്യൽ പർപ്പസ് ബുക്സ് എന്ന് പറയുന്നതും മീനിങ് സെയിം. ഓക്കെ, അപ്പൊ നോക്കിക്കോ. ഇനി അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. വാട്ട് ഈസ് പോസ്റ്റ്? പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ലെഡ്ജറിൽ നിന്ന് അല്ലെങ്കിൽ ജേണലിൽ നിന്നും നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യണ്ടേ? നമ്മൾ എങ്ങനെ പോസ്റ്റിംഗ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകാലോ? വിട്ടുപോവാം. അങ്ങനെ വിട്ടാലും നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ഒക്കെ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരത്തില്ല. ഓക്കെ, മിസ്റ്റേക്ക് ഇൻ ദ അക്കൗണ്ട് ടോട്ടലിംഗ് ഓർ ക്യാരിങ് ഫോർവേഡ് ടോട്ടൽ എക്സ്പെൻസ് ടു നെക്സ്റ്റ് പേജ്. ചിലപ്പോൾ നമ്മൾ നോക്കട്ടെ, അവസാനം നമ്മളിപ്പോൾ ബാലൻസ് ചെയ്യാലോ, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡൊക്കെ കൂടിയിട്ട് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ നോക്കിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. അപ്പോൾ ഈ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കൂട്ടിയപ്പോഴോ തെറ്റിപ്പോവാം. അങ്ങനെ തെറ്റിപ്പോയാലും എന്ത് ചെയ്യും? അക്കൗണ്ടിങ്ങിൽ എറർ സംഭവിക്കാം. അല്ലെങ്കിലോ നെക്സ്റ്റ് പേജ് നമ്മൾ ചിലപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് നമ്മൾ കൂട്ടി എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഇങ്ങനെ ഇപ്പോൾ മാനുവലൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കൂട്ടി നെക്സ്റ്റ് പേജിലോട്ട് എഴുതുമ്പോൾ അവിടെയും തെറ്റാം. മനസ്സിലായോ? മിസ്റ്റേക്ക് in record amount wrongly writing wrong account on the wrong side of the account. ചിലപ്പോൾ എന്ത് ചെയ്യുന്ന തെറ്റായിട്ട് എഴുതും. എങ്ങനെ? സപ്പോസ് നമ്മളൊരു പർച്ചേസ് ചെയ്തതിനകത്ത് പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ ക്രെഡിറ്റ് ചെയ്യാലോ? ക്രെഡിറ്റ് ചെയ്യാം. അതൊരു മിസ്റ്റേക്കാണ്. അങ്ങനെ മെനി ടൈപ്സ് ഓഫ് എന്താ പറയുക, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വരാൻ പറ്റും? എറേഴ്സ് വരാൻ പറ്റും. ഇനി ലൊക്കേറ്റിംഗ് എറേഴ്സ്. എങ്ങനെയാണ് എറേഴ്സിന് ലൊക്കേറ്റിംഗ്? ഇനി ഒബ്വിയസ്ലി ഇഫ് ദർ ആർ എറേഴ്സ് ദേ മസ്റ്റ് ബി ലൊക്കേറ്റഡ് അറ്റ് ഏർലി. എത്രയും നേരത്തെ നമുക്ക് ഒരു എറർ കണ്ടുപിടിക്കാൻ പറ്റും, അത്രയും നേരത്തെ നമ്മൾ ഒരു എറർ കണ്ടുപിടിക്കും. ഓക്കെ, എന്നാലും നമുക്ക് പെട്ടെന്ന് തിരുത്തണം. ആഫ്റ്റർ ലൊക്കേറ്റിംഗ് എറേഴ്സ് ഇനി ഒരാളുടെ ദേ ആർ ടു ബി റെക്ടിഫൈഡ്, നമ്മൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇൻ അക്കൗണ്ടിങ് ഓൾസോ വൺസ് യു എസ്റ്റാബ്ലിഷ് ദർ ആർ സം അക്കൗണ്ടിങ് എറേഴ്സ് this needs to be located and dictated and as early as possible. ഓക്കെ, എങ്ങനെയാണ്? എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ, അത് തിരുത്താൻ പറ്റുമോ, അതെല്ലാം ഏറ്റവും ബെറ്റർ. എന്നാലും നമുക്ക് കാര്യങ്ങൾ അക്കൗണ്ടിൽ കൃത്യമായിട്ട് പോകാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും എറേഴ്സ് വരാൻ ചാൻസ്. When step 2 locate errors can be stated as follows. താഴെ പറയുന്ന രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എറേഴ്സ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, പിന്നീട് നമ്മൾ തുടക്കത്തിൽ വിട്ടുപോയ ഒരു കാര്യമാണ്, ഇത് നമുക്കറിയാലോ, ഇത് TMA എന്ന് പറയുന്ന സെക്ഷൻ അല്ല, ഇത് നമ്മുടെ എക്സാമിനുള്ള പോർഷനാണ്. സോ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? വേർഡ് ബൈ വേർഡ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തറവായിട്ട് നമ്മൾ സ്റ്റാഫിലൂടെ പോകും. ഓക്കെ, സോ അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് മാത്രം. ഓക്കെ, എക്സാമിനുള്ള സബ്ജക്റ്റ്. ഓക്കെ, അവിടുന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. അത് TMA എന്ന് പറയുമ്പോൾ അസൈൻമെന്റ് ആയിട്ട് വരും. ചിലപ്പോൾ ഇത് ചോദിക്കാം. അത് ചെറിയ സെക്ഷൻസ് ഒക്കെ, കാരണം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടോട്ടലി കണക്റ്റഡ് സബ്ജക്റ്റ്. ടോട്ടലി എന്താണ്? കണക്റ്റഡ് സബ്ജക്റ്റ് ആണ്, അല്ലാതെ ഒന്ന് മാത്രം അങ്ങനെ ഒരു ഓപ്ഷൻ. ഓക്കെ, സോ കണക്ട് ആയതുകൊണ്ട് ആ കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കും. ഇനി അപ്പൊ അതൊക്കെയാണല്ലോ. ഇനി when the trial does not steps to take to locate accounting errors can be scheduled. താഴെ പറയുന്നു, check the columnar total of trial balance. നമ്മൾ പറഞ്ഞു ട്രയൽ ബാലൻസിൽ മിസ്റ്റേക്ക് വരികയാണെന്ന്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും മാച്ച് ആയില്ല മീൻസ് അവിടെ എന്തോ എറർ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എറർ ഫൈൻഡ് ചെയ്യാം. ചെക്ക് ദ ബാലൻസസ് ഓഫ് ദ ആൾ അക്കൗണ്ട് ഇൻക്ലൂഡിങ് ക്യാഷ് ആൻഡ് ബാലൻസസ്. നമ്മൾ എന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെയും ബാലൻസസ് ചെക്ക് ചെയ്യും. ഓക്കെ, ദ ലാർജർ ഹാവ് ബീൻ written in the correct column of trial balance, debit balance in the debit column and credit balance in the credit column. നമ്മളിവിടെ ഓരോ ലെഡ്ജേഴ്സ് എടുക്കുന്നു, അതിന്റെ ബാലൻസ് ചെക്ക് ചെയ്യുന്നു, എല്ലാ എമൗണ്ട്സും കറക്റ്റ് ആയിട്ട് തന്നെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് വലിയ എമൗണ്ട്സ്, ഇപ്പൊ സപ്പോസ് നമുക്കൊരു 1 lakh വലിയ എമൗണ്ട്സിലൊക്കെ എറർ ആണെന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് നയിക്കൂലേ. സോ നമുക്ക് വേണമെങ്കിൽ വലിയ ബാലൻസിലൊക്കെ എന്ത് ചെയ്യാം? അത് ഡെബിറ്റ് ചെയ്തത് ക്രെഡിറ്റ് ചെയ്തത് കറക്റ്റ് ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എറേഴ്സ് ഫൈൻഡ് ചെയ്യാം. ഇനി അടുത്ത ഒന്നാണ് ഫൈൻഡ് ദ എക്സ്ട്രാ ഫിഗർ ഓഫ് ഡിഫറൻസ് ട്രയൽ ബാലൻസ് ആസ് സീ no account has similar balance has been omitted shown in the trial balance, or the balance amount is half of the amount in difference amount that is wrong side of the balance. അപ്പൊ നോക്കട്ടെ, നമുക്ക് ഈ ഡിഫറൻസ് വരില്ല ട്രയൽ ബാലൻസിൽ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു എറർ സംഭവിച്ചത്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും വിട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ എന്ത് വരാം? റോങ് സൈഡ് ഡെബിറ്റ് ചെയ്യുന്ന സമയം എന്താ പറയാ, നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആ എമൗണ്ടിന്റെ ഡബിൾ എഫക്റ്റ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് ടാലി ആയിട്ട്. അങ്ങനത്തെ കാര്യങ്ങൾ റീചെക്ക് ദ ടോട്ടൽ സ്പെഷ്യൽ പർപ്പസ്. ടോട്ടൽസ് നമ്മൾ ആഡ് ചെയ്തതൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് സ്പെഷ്യൽ പർപ്പസ് ബുക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യും? ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉറപ്പ് വരുത്താം ഒരു എററും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചെക്ക് ദ ബാലൻസിങ് ഓഫ് ദ വേരിയസ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ. ഓരോന്നിന്റെ ബാലൻസുകളൊക്കെ കറക്റ്റ് ആണ് വീണ്ടും നമുക്ക് വെരിഫൈ ചെയ്യാം, തെറ്റ് വന്നിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ. ഡിഫറെന്റ് ഇൻ സ്റ്റിൽ നോട്ട് ട്രേസബിൾ.
എന്നിട്ടും നമുക്ക് ഈ ഡിഫറൻസ് കിട്ടിയില്ലെങ്കിൽ ചെക്ക് ആൻഡ് ഈച്ച് എവറി പോസ്റ്റിംഗ് ഫ്രം ദ ജേണൽ ആൻഡ് വേരിയസ് സ്പെഷ്യൽ പർപ്പസ് 1 by 1 ഇൻ ലെഡ്ജർ. ഇനി ഇത്ര ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തേ വഴിയുള്ളൂ, ആ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എടുക്കുക, എന്നിട്ട് അത് ചെക്ക് ചെയ്യുക, ഇത് കറക്റ്റ് ആയിട്ടാണോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് ചെക്ക് ചെയ്യുക. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഓക്കെ, യു ഹാവ് ടു ഫൈൻഡ് വാട്ട് ദ എറർ ആർ ഒക്കർ ഇൻ അവർ ട്രാൻസാക്ഷൻ. എന്തൊക്കെ എറേഴ്സാണ് നമ്മൾ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയ എററൊക്കെ ആണെങ്കിൽ ഇപ്പൊ ചില നെഗ്ലിജിബിൾ എറേഴ്സ് ഉണ്ടാവും. ഒരു രൂപയുടെ 2 രൂപയുടെ ട്രാൻസ്ഫർ ഒക്കെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാം. പക്ഷേ വലിയ എമൗണ്ട്സ് എററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ബി എന്ത് ചെയ്യണം, അവരെ എമൗണ്ട് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ എന്താ ട്രയൽ ബാലൻസ് എഗ്രി. ട്രയൽ ബാലൻസ് എഗ്രി ആണ്. എഗ്രി മീൻസ് രണ്ടും ടാലി, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടായി ടാലി. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? യു ഹാവ് ഓൾറെഡി ലേൺ ഇഫ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് കോളംസ് ഓഫ് ട്രയൽ ബാലൻസ് ടാലി ഇറ്റ് ഈസ് നോട്ട് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് അക്യുറൻസി ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട് ഇപ്പൊ സപ്പോസ് ഡെബിറ്റ് ബാലൻസിൽ ഒരു 1600 വിട്ട് ക്രെഡിറ്റ് ബാലൻസും 1600 വിട്ടെന്ന് വിചാരിക്കും, എടുക്കാൻ വിട്ടു, അങ്ങനെയാണെങ്കിൽ അത് ടാലി ആവില്ലേ? അതായത് ട്രയൽ ബാലൻസ് ആണ് ടാലി ആയെന്ന് വിചാരിച്ചിട്ട് എല്ലാ അക്കൗണ്ട്സും പെർഫെക്റ്റ് ആണെന്ന് അതിനുള്ള ഒരു തെളിവൊന്നല്ല ട്രയൽ ബാലൻസ് ടാലി ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ മെനി സ്റ്റിൽ സം അക്കൗണ്ടിങ് എറേഴ്സ്. എന്നാലും അവിടെ ഒരുപാട് അക്കൗണ്ടിങ് എറേഴ്സിനുള്ള ചാൻസ് ഉണ്ട്. These errors may not be immediately traced but may be detected at a much later stage. പിന്നീട് ചിലപ്പോൾ അപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ട്രയൽ ബാലൻസ് ടാലി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് എറർ ഫൈൻഡ് പറ്റും. ചിലപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആവും, എന്നാൽ പോലും നമുക്ക് പിന്നീടൊക്കെ ആയിരിക്കും. പിന്നീട് ചിലപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ വീണ്ടും ഇങ്ങനെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ ട്രാൻസാക്ഷൻസ്. ചിലപ്പോൾ പിന്നീട് എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദീസ് ആർ റെക്ടിഫൈഡ് ആൻഡ് ഡിറ്റക്ട്. ഓക്കെ, the following errors which are not affect the trial balance. താഴെ കുറച്ച് എറേഴ്സ് പറയുന്നുണ്ട്, അതെന്ത് ചെയ്യാണ്, നമ്മൾ അത് ട്രയൽ ബാലൻസിന് എഫക്റ്റ് ചെയ്യില്ല. അതായത് ട്രയൽ ബാലൻസ് അപ്പോഴും എന്ത് ചെയ്യും, അഗ്രി ചെയ്യും. അല്ലെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്ത് ചെയ്യും, ഉണ്ടാവുക ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ട്രാൻസാക്ഷൻസ് താഴെ പറയുന്നു. ഒമിഷൻ ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ജേർണൽ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് which are not recorded in the purchase book at all. ഇവിടെ നോക്കട്ടെ, ഒരു ട്രാൻസാക്ഷൻ ഫുള്ളായിട്ടാണ് എന്ത് ചെയ്തത്, വിട്ടുപോയി പർച്ചേസ് ചെയ്തത്. സോ പിന്നെ ഇങ്ങനെയാണ് അത് ടാലി ആവായിരിക്കും. കാരണം ബാക്കിയുള്ള ട്രാൻസാക്ഷൻ വിട്ടുപോയതാണെന്നുണ്ടെങ്കിൽ അത് എന്താവും, ടാലി. റെക്കോർഡിങ് എ റോങ്, ഇത് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തായിരുന്നു. ക്യാഷ് പർച്ചേസ് ചെയ്താണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കില്ല. കാരണം ക്യാഷ് എന്തായാലും അത്രയും കുറച്ച് കാണിച്ചിട്ടുണ്ടെന്ന്, കുറഞ്ഞതായിട്ട് എന്തായാലും ബാങ്കിൽ ഇപ്പോൾ ബാങ്കിൽ നിന്ന് കൊടുത്താണെങ്കിൽ ബാങ്ക് എന്തായാലും അത്രയും ഉണ്ടാവില്ലല്ലോ നമ്മൾ ബാങ്കായിട്ട് ടാലി. സോ നമ്മൾ അതിന് എൻട്രി എന്താണെന്ന് ചെക്ക് ചെയ്ത് കണ്ടെത്തേണ്ടി വരും. അപ്പൊ അല്ലാന്നല്ലാത്ത കേസിലാണ്, ക്രെഡിറ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഇനി റെക്കോർഡിങ് എ റോങ് എമൗണ്ട് an item in journal or a special purpose books, for example. അപ്പൊ നോക്കണേ 2550 പകരം 5250 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വല്ല ഡിഫറൻസ് ഉണ്ടാവും? എമൗണ്ട് തെറ്റിക്കഴിഞ്ഞാലൊന്നും എവിടെ ഡിഫറൻസ് വരില്ല, ട്രയൽ ബാലൻസിൽ വരില്ല. അതുപോലെ തന്നെ പോസ്റ്റിംഗ് ദ കറക്റ്റ് എമൗണ്ട് ഓൺ ദ കറക്റ്റ് സൈറ്റ് ബട്ട് ഇറ്റ്സ് റോങ് അക്കൗണ്ട്. റോങ് അക്കൗണ്ടിൽ എന്ത് ചെയ്തു, തെറ്റ്. ഫോർ എക്സാമ്പിൾ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ജഗന്നഥൻ എന്തോ വാട്ടർ എന്താ വായിക്കാൻ പറയുന്നത്. സോ ജഗന്നഥൻ വാസ് ക്രെഡിറ്റഡ് ടു വിശ്വാനന്ദൻ. വിശ്വാനന്ദനിൽ കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്തു. അതായത് അക്കൗണ്ട് മാറി, ഒരാളെ പേഴ്സണൽ അക്കൗണ്ട് ഒന്ന് മാറിക്കഴിഞ്ഞാൽ എന്തിനും ബാലൻസ് ഡിഫറൻസ് വരില്ല, ട്രയൽ ബാലൻസിൽ ഡിഫറൻസ്. ഐറ്റം ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റെക്കോർഡ്സ് ആർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് വൈസ് വേഴ്സ. ഫോർ എക്സാമ്പിൾ, റിപ്പയർസ് ടു ബിൽഡിംഗ് വാസ് ഡെബിറ്റഡ് ടു ബിൽഡിംഗ് അക്കൗണ്ട്. റിപ്പയർസ് ടു ബിൽഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അക്കൗണ്ട്. റിപ്പയർസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്, അത് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇവിടെ നോക്കണ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, അത് അസറ്റ് ഉദ്ദേശിക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, അത് എക്സ്പെൻസ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്കായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ 10 ലക്ഷത്തിന്റെ ഒരു മെഷീൻ മേടിച്ചു, എങ്ങനെ വെച്ചാൽ അത് റവന്യൂ എക്സ്പെൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ, നമ്മൾ എഴുതാൻ പാടില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വിചാരിച്ച് എന്ത് ടാലി ആവാതിരിക്കില്ല, ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കില്ല. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എറർ. അപ്പൊ ട്രയൽ ബാലൻസ്
ടാലി ആയി എന്ന് വിചാരിച്ചിട്ട് എറർ ഒന്നും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അത് ചുരുക്കം അത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എങ്ങനെയൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് പല പല എറേഴ്സ് തെറ്റുകൾ തന്നെ പല രൂപത്തിലാവാം. ആ തെറ്റുകളൊക്കെ നമ്മൾ എന്തെങ്കിലും പല രൂപത്തിലോട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വേരിയസ് അക്കൗണ്ടിങ് എറേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. താഴെ പറയുന്ന രൂപത്തിലേക്ക് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ. നേച്ചറിന്റെ ബേസിസിൽ അതിന്റെ എന്ത് രൂപത്തിൽ എററാണ് അതിന്റെ. ഫസ്റ്റ്, എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. അതായത് നേച്ചറിന്റെ ബേസിസിൽ മൂന്നെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. നേച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ എങ്ങനെയാണ് ആ എറർ സംഭവിച്ചെന്നുള്ള സ്വഭാവത്തിന്റെ ബേസിസിൽ എററിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? മൂന്നെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ദർ ഇമ്പാക്ട് ഓൺ ലെഡ്ജർ. ലെഡ്ജറിനെ ഇമ്പാക്ട് ചെയ്യുന്നതിന്റെ രൂപത്തിൽ, ലെഡ്ജറിനെ ഇമ്പാക്ട് ചെയ്യുന്ന രൂപത്തിൽ രണ്ടെണ്ണം. ഒന്ന് വൺ സൈഡഡ് എറർ, ടു സൈഡ് എറർ. ഓക്കെ, ഇതാണ് എന്ത് ലെഡ്ജറിനെ ഇമ്പാക്ട് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയെന്നുള്ളത് താഴെ വിശദീകരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ മൂന്നെണ്ണം ഉള്ളത്, എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. പിന്നെ നോക്കടാ, ലെഡ്ജറിനെ അഫക്ട് ചെയ്യുന്നതിൽ ടു സൈഡ്സ്, വൺ സൈഡ് എററും ഉണ്ട്, ടു സൈഡ്സ്. ഓക്കെ, ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നുള്ളല്ലോ. ഇതിൽ ഇതാണ് കേട്ടോ ഒന്നുകൂടെ ഇമ്പോർട്ടന്റ്. നേച്ചറിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഒന്നുകൂടെ ഇമ്പോർട്ടന്റ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ, നേച്ചറിന്റെ ബേസിസിൽ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് താഴെ നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഞാൻ പറഞ്ഞു, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത്, വാട്ട് ഈസ് ഒന്നാമത്തത്? എറർ ഓഫ് ഒമിഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആസ് റൂൾ ദ ട്രാൻസാക്ഷൻ ഫസ്റ്റ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് റെക്കോർഡ് ചെയ്യണം. അക്കൗണ്ടന്റ് മെ നോട്ട് റെക്കോർഡ് ഇറ്റ് അറ്റ് ഓൾ ആൻഡ് റെക്കോർഡ് ഇറ്റ് പാർഷ്യലി. സോ നോക്കടാ, കറക്റ്റ് ആയിട്ട് ആര് റെക്കോർഡ് ചെയ്തില്ല? അക്കൗണ്ടന്റ് റെക്കോർഡ് ചെയ്തില്ല. അല്ലെങ്കിൽ റെക്കോർഡ് പാർഷ്യലി, കുറച്ച് റെക്കോർഡ് ചെയ്തു. 16 റുപ്യന്റെ പർച്ചേസ് ഉണ്ടായിരുന്നു, 5000 റുപ്യേന് പർച്ചേസ് ആയിട്ട് കാണിച്ചു. അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഫുള്ളായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് എറർ ഓഫ് ഒമിഷൻ. അപ്പൊ ഞാൻ നോക്കട്ടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എറർ ഓഫ് ഒമിഷൻ ആണ്. ഒമിഷൻ ആണ് വിട്ടു പോകുക എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ ഫുള്ളായിട്ട് വിട്ടോ, ഒരു ട്രാൻസാക്ഷൻ ഫുള്ളായിട്ടാണ് വിട്ടു. അല്ലെങ്കിലോ അതിന്റെ പകുതി അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു, പക്ഷെ ബാക്കി അങ്ങനെ വരാലോ. 1 ലക്ഷം റുപ്യയുടെ പർച്ചേസ് ഉണ്ടെന്ന് വിചാരിച്ചു, അതിൽ 50,000 റുപ്യക്ക് റെക്കോർഡ് ചെയ്തു, പക്ഷെ ബാക്കി 50,000 റുപ്യ റെക്കോർഡ് ചെയ്തു, നമ്മുടെ ട്രാൻസാക്ഷൻ ചെയ്യില്ല. മനസ്സിലായോ? അതിനെയാണ് പറയുന്നത് ഇപ്പോൾ 1 ലക്ഷം റുപ്യന്റെ പർച്ചേസ്, 50,000 റുപ്യന്റെ ഒരു ബില്ല്, 50,000 റുപ്യന്റെ വേറൊരു ബില്ലാന്ന് വിചാരിച്ചു. അതായത് ഒരു ബില്ല് റെക്കോർഡ് ചെയ്ത് മറ്റൊരു ബില്ല്, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ തീരെ റെക്കോർഡ് ചെയ്യില്ല, പർച്ചേസേ റെക്കോർഡ് ചെയ്യാതെ വിട്ടു. അങ്ങനെ അതിനാണ് പറയുന്നത് വിട്ടു പോകുന്നതിനാണ് എറർ ഓഫ് ഒമിഷൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് പർച്ചേസ് കടത്തിന് നോട്ട് റെക്കോർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക് ഓർ ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമർ വാസ് നോട്ട് പോസ്റ്റഡ് അക്കൗണ്ട്. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അലോ ചെയ്തു, അതൊന്നും റെക്കോർഡ് ചെയ്തില്ല. അതൊക്കെ ഉണ്ടോ ഒമിഷൻ. കണ്ടോ ഇന്റെ കേസ് നീ നോക്കണം. ഇന്റെ ഫസ്റ്റ് കേസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഒറിജിനൽ. ഇപ്പൊ കുറച്ച് ഇപ്പൊ നോക്കട്ടെ, ഫസ്റ്റ് നോക്കട്ടെ, പർച്ചേസ് ഓൺ ക്രെഡിറ്റ് നോട്ട് റെക്കോർഡ് ചെയ്യില്ല. ബുക്സ് ഓഫ് പർച്ചേസ് ക്രെഡിറ്റിന് വെച്ച് പർച്ചേസ് ബുക്കിൽ എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്തില്ല. അല്ലെങ്കിൽ നോക്കടാ, ഒരു ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമർ വാസ് നോട്ട് പോസ്റ്റഡ് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തായിരുന്നു, പക്ഷെ നമ്മൾ ആ ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു, പക്ഷെ ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ എന്തുണ്ടാവും, ഈ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ എന്താവും, ഡെബിറ്റ് സൈഡിലും സെയിം എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് ടാലി ആവും, ട്രയൽ ബാലൻസ് ടാലി. പക്ഷെ രണ്ടാമത്തേൽ എന്ത് ചെയ്യില്ല, ട്രയൽ ബാലൻസ് ടാലി ആവും. പാർഷ്യൽ ഒമിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് അഫക്ട്സ് ഓൺലി വൺ അക്കൗണ്ട്, ഡിസ്കൗണ്ട്. ദെർഫോർ ട്രയൽ ബാലൻസ് ഇറ്റ് അഫക്ട്സ് ട്രയൽ ബാലൻസിനെ അഫക്ട് ചെയ്യും. ഏത് വൺ സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെയാണ് എൻട്രി. ശരിക്കും എൻട്രി എന്ത്, പർച്ചേസ് അക്കൗണ്ട് ഇത് ചെയ്താൽ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ടു ക്രെഡിറ്റർ ഏതാണ് ആറ്, അല്ലെങ്കിൽ ഇപ്പൊ ബിന്റെ ഒക്കെ നോക്കിയാൽ ബി അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി എന്നല്ല വേണ്ടേ. സപ്പോസ് ഇവർക്ക് ഡിസ്കൗണ്ട് കൊടുത്താൽ അതിനെ എങ്ങനെ എൻട്രി ചെയ്യേണ്ടത്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, അല്ലെങ്കിൽ പർച്ചേസ് അല്ല, അപ്പൊ അത് നമുക്ക് കിട്ടാണ് ചെയ്യുക. അപ്പൊ ടു ബി ഡിസ്കൗണ്ട് എന്ന് എഴുതിയെന്ന് വിചാരിക്കും. 1 ലക്ഷം റുപ്യക്ക് മേടിച്ചു, 1 ലക്ഷം വേണ്ട, 16 റുപ്യക്ക് മേടിച്ചു പർച്ചേസ് ചെയ്തു. അതിൽ അവർ 1000 റുപ്യ ഡിസ്കൗണ്ട് തന്നു, 9,000 റുപ്യ നമ്മൾ എന്ത് ചെയ്തു, ബിക്ക് കൊടുക്കാണ്ട് കടത്തിന് എടുത്തു. പക്ഷെ നോക്കട്ടെ, ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ, ഈ ഡിസ്കൗണ്ട് ആണ് വിട്ടുപോയി എന്ന് വിചാരിച്ചു, ഈ ഡിസ്കൗണ്ട് നമ്മൾ എഴുതില്ല,
അങ്ങനെയാണെങ്കിൽ പർച്ചേസ് 10,000 വന്നു, പക്ഷെ ബിക്ക് കൊടുക്കാനായിട്ട് എത്ര കാണിച്ചല്ലോ 9,000. അപ്പം അവിടെ 1,000 ഡിഫറൻസ്, ഈ 1,000 ഡിഫറൻസ് എവിടെ തെളിയും? ഇവിടെ ട്രയൽ ബാലൻസിൽ തെളിയും. മനസ്സിലാവും? ട്രയൽ ബാലൻസിൽ എന്തായാലും റിഫ്ലക്ട് ചെയ്യും. ട്രയൽ ബാലൻസ് ഉണ്ടാവില്ല, ഓക്കെ. ഫസ്റ്റത്തെ എറേഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല. മനസ്സിലായെന്ന് വിചാരിക്കും. ഇപ്പൊ എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ MCQ ചോദിക്കൂടാ, കുറച്ച് എറേഴ്സ് വരും. വാട്ട് എറർ ഓഫ് ഒമിഷൻ ചോദിക്കും. ഇത് രണ്ടാമതാണ് എറർ ഓഫ് കമ്മീഷൻ. Commission when transaction has been recorded but an error is committed in the process of recording, it is called error of commission. Error of commission can be following. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അത് താഴെ ഏതൊക്കെയാന്നുള്ളത് പറയും. സോ അതായത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എറർ ഇത് എറർ ഓഫ് കമ്മീഷൻ. എറർ ഓഫ് കമ്മീഷൻ താഴെ പറയുന്ന രൂപത്തിലൊക്കെ വരാം. ഫസ്റ്റ്, recording in the wrong book. For example, purchase goods from baggage on credit, which is recorded as sales books. കണ്ടോ, പർച്ചേസ് ബുക്കിൽ എഴുതേണ്ടത് സെയിൽസ് ബുക്കിൽ കൊണ്ടുപോയി. കണ്ടോ, അത് എന്താണ് ആക്ച്വലി നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ വന്ന തെറ്റാ, അല്ലെ? റെക്കോർഡ് ചെയ്യുന്നതിൽ വന്ന തെറ്റ്. അങ്ങനത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എറർ ഓഫ് കമ്മീഷൻ. എന്താ പറയുന്നത്? എറർ ഓഫ് കമ്മീഷൻ. ആൻഡ് നോട്ട് ദ പർച്ചേസ് ബുക്ക്. അങ്ങനെയാണെങ്കിൽ അതൊരു തെറ്റല്ലേ? തെറ്റാണ്. കാരണം പർച്ചേസ് ചെയ്തുകൊണ്ട് സെയിൽ ചെയ്ത് സെയിൽ കൂടും, പർച്ചേസ് കുറയും. തെറ്റാണ്. റെക്കോർഡിംഗ് വേറെ രൂപം പറയുന്നത്. അപ്പൊ അത് ഒന്നാമത്തെ രൂപം. രണ്ടാമതാണ് റെക്കോർഡിംഗ് ദ ബുക്സ് ഓഫ് കറക്റ്റ്ലി ബട്ട് റോങ് എമൗണ്ട് ആസ് റിട്ടേൺ. അതുപോലെ തന്നെ നമ്മുടെ 1000 എഴുതേണ്ടോർത്ത് 10,000 എഴുതി. അതെന്താ എറർ ഓഫ് കമ്മീഷൻ. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് ഹോൾഡ് ശാലിനിക്ക് 4,500 രൂപയുടെ ഗുഡ്സ് കൊടുത്തു. പക്ഷെ നമ്മളത് ബുക്കിൽ എഴുതിയപ്പോൾ 2,200 ആയിട്ട് എഴുതിയപ്പോൾ മാറിപ്പോയതാ. 4 2 അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി. സോ അതൊക്കെ എന്താ, എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ എറർ ഓഫ് കമ്മീഷൻ. അടുത്താണ് റോങ് ടോട്ടൽ. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആഡ് ചെയ്യുമ്പോഴും, പർച്ചേസ് ബുക്ക് ആയിക്കോട്ടെ, സെയിൽസ് ബുക്ക് ആയിക്കോട്ടെ, ഏത് ആഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുക. അതായത് കാൽക്കുലേഷൻ എറർ. എറേഴ്സ് നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് പറയാം, കാൽക്കുലേഷൻ എറർ. അതായത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്സിന് നമ്മൾ റോങ് ടോട്ടലിന് കൂടുതൽ നമുക്കതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടു പോകുന്നല്ലോ. പക്ഷേ എറർ ഓഫ് കമ്മീഷൻ ഒന്നുകൂടെ എന്താ പറയുക, ലാർജ് വൈഡ് ആണ് കാര്യം. ഓക്കെ. സോ നിങ്ങൾ ഒന്നുകൂടെ കൂടുതൽ എഫേർട്ടോട് പഠിക്കേണ്ട ഏരിയ ആണ് എറർ ഓഫ് കമ്മീഷൻ. അടുത്ത പറഞ്ഞാൽ റോങ് ബാലൻസ്. റോങ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ് ചെയ്യുമ്പോൾ തെറ്റ്. ബാലൻസ് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ബാലൻസ് ചെയ്യാം. ചില അക്കൗണ്ടിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ചില അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നമ്മൾ ആൾറെഡി അതിനെ പറ്റിയൊക്കെ കുറച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ എങ്ങനെ ഡിസ്കസ് ചെയ്യാം? ഏത് സൈഡാണ് കൂടുതൽ, അതിന് കുറവുള്ള സൈഡിന്റെ ടോട്ടൽ രണ്ടും ടോട്ടൽ ചെയ്താണ്. അപ്പൊ നമ്മുടെ റോങ് ബാലൻസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരിയഡ് ലെഡ്ജർ ആറോ ബാലൻസിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് കോളം ഓഫ് മോഹൻ അക്കൗണ്ട് 8,600 ഡെബിറ്റ് സൈഡിൽ മോഹന്റെ അക്കൗണ്ട്, ആൻഡ് ക്രെഡിറ്റ് സൈഡ് 6,800. ബാലൻസ് കാൽക്കുലേറ്റഡ് 6,600. വൈൽ ബാലൻസിങ് ഇതെന്തായിട്ട് എഴുതി? ബാലൻസ് ചെയ്തപ്പോ 1,600 എന്നുള്ളതിന് പകരം 1,800 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എന്താ? ബാലൻസ് ചെയ്തപ്പോ തെറ്റ്. കണ്ടോ, തെറ്റായിട്ടുള്ള ബാലൻസിങ്. അതും എന്തിലോട്ട് നയിക്കാം? അതും ഒരു എററിലോട്ട് സംഭവിക്കാം. ആ എററിന് നമ്മൾ എന്താ പറയുക? എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയും. ഇനി അടുത്തൊരു എററാണ് റോങ് ക്യാരി ഫോർവേഡ് ഓഫ് ബാലൻസസ് ഓർ ടോട്ടൽ. ഇനി ക്യാരി ഫോർവേഡ് ചെയ്യാറുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനെ ക്യാരി ഫോർവേഡ്. അപ്പൊ നമ്മളെ പലയിടത്തും നമുക്ക് എമൗണ്ട്സ് പലയിടത്തും ഒരു പേജിൽ നിന്ന് ചിലപ്പോൾ മറ്റൊരു പേജിലോട്ട് നോക്കി എഴുതേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നോക്കിയേ ഫോർവേഡ് ബാലൻസസ് ഓഫ് നമ്മൾ നോക്കണം ഓരോ ഇയർ. ഇപ്പൊ ഈ ഇയർ എൻഡിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് മറ്റ് നമ്മളത് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ആൻഡ് ക്യാരി എന്താ പറയാ ബാലൻസ് ക്യാരി ഫോർവേഡ്, അതുപോലെ തന്നെ ബാരിങ്, അങ്ങനെയൊക്കെ നമ്മൾ എഴുതാറില്ല. ഓക്കെ. അപ്പൊ നമ്മളൊരു ബാലൻസ് നമ്മളിപ്പോ 16 ഈ വർഷം ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കും, ക്യാഷ്. അപ്പൊ നോക്കണം, ഈ ബാലൻസ് അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 10,000 എന്നുള്ള 1000 കൊണ്ടുപോയി എഴുതി കഴിഞ്ഞാൽ നമ്മളതിന് ക്യാരി ഫോർവേഡ് ഫോർ ബാലൻസസ് എറർ എന്ന് പറയും. ഇതൊക്കെ എന്തിൽ വരുന്നതാ? എറർ ഓഫ് കമ്മീഷൻ. അപ്പൊ എറർ ഓഫ് കമ്മീഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നോക്കിക്കോ, ടോട്ടൽ ബാലൻസ് ആർ ക്യാരിഡ് ഫോർ നെക്സ്റ്റ് പേജിലോട്ട് കൊണ്ടുപോകാം.
ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ടോട്ടൽ ഓഫ് 1 പേജ് ഈസ് പർച്ചേസ് ബുക്ക് 35,600. ഒരു പർച്ചേസ് ബുക്കിന്റെ ഒരു പേജ് ഫുൾ നമ്മൾ നോക്കിയപ്പോൾ എത്ര ആഡ് ചെയ്ത് 35,600. ക്യാരറ്റ് നെക്സ്റ്റ് പേജ് 36,500 5 6 തെറ്റല്ലേ? തെറ്റാണ്. റോങ് പോസ്റ്റ് ട്രാൻസാക്ഷൻ from the journal or special purpose are posted to respective accounts in ledger. Error may be committed while carrying out posting, which may be various forms such as posting. For example, goods were purchased 5,400 from Rajesh Mohari was posted to Rajesh Mohari or posted twice his account posted to credit. അപ്പോൾ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യുക. അങ്ങനെ പോസ്റ്റിങ്ങിൽ വരുന്ന എന്ത് ചെയ്യും, നമ്മൾ എൻട്രീസ് തെറ്റിപ്പോകും അല്ലെങ്കിൽ അക്കൗണ്ട് മാറിപ്പോകും. അതൊക്കെയാണെന്ന് പറയുന്നത് റോങ് പോസ്റ്റ് പറയും. അടുത്താണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. എന്താണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്? അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് എറർ ഓഫ് കമ്മീഷൻ. എന്താണ് ഇനി അടുത്താണ് കോമ്പൻസേറ്റിംഗ് എറർ? Two or more errors when committed in such a way that there is increase or decrease in the debit side due to an error. Also, there is a corresponding decrease or increase in the credit side due to another error on the same account. Okay, എന്താണ് അങ്ങനെ വരാം. ഓക്കെ, അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നോക്കിക്കോ, എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഒരു എററാണ്. ആ എററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോരുത്തർ ഡെബിറ്റ് സൈഡിലൊരു ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ ഉണ്ടാവും. ഓക്കെ, കോമ്പൻസേറ്റ് ചെയ്ത് പോകും. ക്രെഡിറ്റ് സൈഡിലും അതേപോലെ ഇൻക്രീസും ഉണ്ടാവും ഡിക്രീസും ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഇവിടെ 1,500 ഡെബിറ്റ് സൈഡിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് കോമ്പൻസേറ്റ് ഉണ്ടാവും. 1,500 കുറഞ്ഞു വന്നിട്ടുണ്ടാവും. സോ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ് എഫക്ട് വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഡെബിറ്റ് സൈഡിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് എവിടെയും വരും ക്രെഡിറ്റ് സൈഡ്. നോക്കിക്കോ, ഫോർ എക്സാമ്പിൾ, ഷോഹൻ അക്കൗണ്ട് ഡെബിറ്റഡ് ബൈ ഷോഹൻ അക്കൗണ്ട് എന്ന് വിചാരിക്കും. ഷോഹൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ഡെബിറ്റ് ക്രെഡിറ്റ് എത്രയാണ്, 2,500. while the same was debited to മോഹൻ അക്കൗണ്ട് ഡെബിറ്റഡ് അല്ല, ഷോഹൻ അക്കൗണ്ട് ഡെബിറ്റഡ് ബൈ 2,500. while it was to debited by 3,500. അതിന് 3,500 നമ്മൾ ഡെബിറ്റ് ചെയ്ത്. ആൻഡ് മോഹൻ അക്കൗണ്ട് ഡെബിറ്റഡ് ബൈ 3,500 while the same was debited to 2,500. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. മോഹന് 2,500, ഇത് ഇങ്ങോട്ടും മാറി പോയത് 2,500. അങ്ങനെയാണ് എക്സസ് ഡെബിറ്റ് ഫ്രം മോഹൻ അക്കൗണ്ട് 1,000 ഈസ് കോമ്പൻസേറ്റഡ് ബൈ ഷോർട്ട് ക്രെഡിറ്റ് ഫ്രം അക്കൗണ്ട് ബൈ 1,000. അവിടെ എന്താ പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ മോഹൻ അക്കൗണ്ട് ഡെബിറ്റഡ്, ഷോഹൻ അക്കൗണ്ട് ഡെബിറ്റഡ് 2,000 while it was recorded debited by മോഹൻ. അതിന്റെ മോഹൻ അക്കൗണ്ട് ഡെബിറ്റഡ് ബൈ 3,500 while the same account debited 2,000. യെസ്. അപ്പൊ നോക്കട്ടെ, ഇവിടെ 3,500 ആരെ ഡെബിറ്റ് ചെയ്തു, ഷോഹൻ. അപ്പൊ നോക്കാം, ശരിക്കും ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരിക, 3,500 വരും. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇവിടെ ശരിക്കും അപ്പൊ ഇവിടെ ശരിക്കും 1,000 ഡെബിറ്റിൽ കൂടിയില്ലേ. ഓക്കെ, അപ്പൊ നോക്കട്ടെ, ഇവിടെ നമ്മൾ ശരിക്കും ഒരു 1,000 റുപ്യ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്താ പറയാ, അപ്പൊ നോക്കട്ടെ, ഷോഹൻ അക്കൗണ്ട് ഓക്കെ ദസ് എക്സസ് ഡെബിറ്റ് മോഹനിൽ ഡെബിറ്റ് കൂടുതലാണ് 1,000, കോമ്പൻസേറ്റഡ് ബൈ ദ ക്രെഡിറ്റ് അക്കൗണ്ട് 1,000. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, പരസ്പരം എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ആവുന്ന എൻട്രീസ്. ഡെബിറ്റിൽ 1,000 ഡിഫറൻസ്, ക്രെഡിറ്റിൽ 1,000 ഡിഫറൻസ്. അതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. കോമ്പൻസേറ്റിംഗ് നമുക്ക് ഒരു എക്സാമ്പിൾ ഇച്ചിരി ഡിഫിക്കൽട്ട് നമുക്ക് വരുന്നതിൽ നോക്കാം. ഓക്കെ, സോ ഉണ്ടോ, ഇവിടെ നോക്കേണ്ട ഒരു വേറൊരു പോയിന്റ്, നോട്ട് എഫക്ട് ഇൻ ദ അഗ്രിമെന്റ് ഓഫ് ദ ട്രയൽ ബാലൻസ്. ഇങ്ങനത്തെ എറേഴ്സ് ആണ് വരുന്നുണ്ടെങ്കിൽ അത് എന്ത് വരില്ല, അതില് ട്രയൽ ബാലൻസിന്റെ എഫക്ട് വരും. അടുത്താണ് ലാസ്റ്റ് വൺ, നമ്മൾ നേച്ചറിന്റെ ബേസിൽ വരുന്ന എറർ ഓഫ് പ്രിൻസിപ്പിൾ. എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് ഐറ്റം ഇൻകം ആൻഡ് എക്സ്പെൻസ് ആർ ഡിവൈഡഡ് ഇൻടു ക്യാപിറ്റൽ ആൻഡ് റവന്യൂ കാറ്റഗറീസ്. ഇൻകത്തിനെയും നോക്കിക്കോ, ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻസ്, ഇതിന് നമ്മൾ 2 നേച്ചറായിട്ട് കണ്ടു. ഒന്നിനെ നമ്മൾ
capital expenditure are divided into capital and revenue categories. This is basic of a principle of accounting that capital receipts and capital should be recorded as capital item. Capital item capital item. And revenue income and revenue expenditure should be the revenue item. Revenue item. Capital item, revenue item. The transaction are in violation of this principle. ഈ പ്രിൻസിപ്പിളിനെ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ക്യാപിറ്റൽ ഐറ്റം അതെന്താന്ന് വഴിയെ പറയും ക്യാപിറ്റൽ ഐറ്റം റവന്യൂ ഐറ്റത്തിനെ റവന്യൂ ഐറ്റം ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യണം. പക്ഷേ ഈ പ്രിൻസിപ്പിളിനെ തെറ്റാണെന്നെങ്കിൽ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിനെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയും. അല്ലാതെ എല്ലാ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള പല റൂൾസ് ഉണ്ട്, അതിനെല്ലാത്തിനും തെറ്റിക്കുന്നതിന് നമ്മൾ എന്ത് പറയില്ല, എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയില്ല. The capital item not recorded as a revenue item. For example, നോക്കിക്കോ 5000 രൂപ. For example, 5000 spent on repair on building of is debited to building account, while it should have been debited to repair to building account. ഇപ്പൊ നോക്കിക്കോടാ, ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് നേച്ചറാണ്? ഒരു അസറ്റ് അക്കൗണ്ടാണ്. ഇത് ഒരു ദിവസത്തിലേക്ക് മേടിക്കുന്നതാണ് നമ്മൾ അല്ല. അപ്പൊ നോക്കണം, ഇത് ക്യാപിറ്റൽ നേച്ചറാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ബിസിനസിന്റെ മേജർ കോർ കാര്യങ്ങളാണ് ഈ ക്യാപിറ്റൽ ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കോർ ഐറ്റം ആണ്. ഇപ്പൊ ബിൽഡിംഗ് നമ്മൾ അത് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ബിൽഡിങ്ങിന് വരുന്ന റിപ്പയേഴ്സ് പക്ഷെ നമ്മൾ അസറ്റ് ആയിട്ടല്ല. റിപ്പയേഴ്സ് പറഞ്ഞാൽ അതിന്റെ ചില്ലറ ചെലവാണ്, ചിലപ്പോൾ പെയിന്റ് അടിക്കണ്ടാവും, അങ്ങനത്തെ. ഇതിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ റിപ്പയേഴ്സ് നമ്മൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് വിചാരിക്കും. അസറ്റ് മീൻസ് ഇത് ബിൽഡിംഗ് അക്കൗണ്ടിന് നമ്മൾ കൊണ്ടുപോയി ഡെബിറ്റ് ചെയ്ത് വിചാരിക്കും. ബിൽഡിംഗ് അക്കൗണ്ട് കൂടിയാൽ ഡെബിറ്റ് ചെയ്യാം. സോ അങ്ങനെ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടോ ഒരു റവന്യൂ ഐറ്റത്തിന്, ഒരു എക്സ്പെൻസ് അക്കൗണ്ട്, ഒരു സാധനത്തിനെ നമ്മളത് എന്തായിട്ട് എഴുതി? ആയിട്ട് ട്രീറ്റ് ചെയ്തു. അല്ലെങ്കിൽ അസറ്റിനെ എക്സ്പെൻസ് ആയിട്ട്, അല്ലെങ്കിൽ എക്സ്പെൻസിനെ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഇതിനെ പറയുന്നത് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഓക്കെ, it is a case of error of principle because expenditure on repairs of building is revenue expenditure. Revenue എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ ആണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെൻസ്, പർച്ചേസ്. ഇതിന് റവന്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുണ്ടോ ആ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈസ. പർച്ചേസ് ഇല്ലെങ്കിൽ നമ്മൾ ആ പൈസ കിട്ടുമോ? ഇൻകം കിട്ടുമോ? പൈസ വരുമാനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പക്ഷെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് ആ ബിസിനസ്സിന് പല കാലം നടത്തി പോകാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു ബേസ് ആണ് എന്തൊക്കെ, അതാണ് തമ്മില്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അതാണ് എന്ത് 3 ടൈപ്പ് എറർ. 3 ടൈപ്പ് എറർ ഫസ്റ്റ് നേച്ചറിന്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ 3 നമ്മൾ ഡിസ്കസ് ചെയ്തു ഇൻ ഡീറ്റെയിൽ ആയിട്ട്. എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക. എറർ ഓഫ് കമ്മീഷൻ, റോങ് ടോക്ക് ടെല്ലിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒരുപാട് കാര്യങ്ങൾ വന്നത് എറർ ഓഫ് കമ്മീഷൻ ആണ്. ഓഫ് പ്രിൻസിപ്പിൾ എന്നാണ് എന്താ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എറർ ഓഫ് ഒമിഷൻ തന്നെ ഫുൾ ഒമിഷൻ ഉണ്ട്. ചിലപ്പോൾ ഫുള്ള് വിട്ടു ഒരു ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ പാർഷ്യൽ കുറച്ച് മാത്രം വിട്ടു. ഈ രണ്ടല്ലാത്തത് എല്ലാ എറേഴ്സും ഇതിൽ വരുന്നത് എറർ ഓഫ് കമ്മീഷനിൽ വരും. ഓക്കെ, അപ്പൊ എറർ അതൊക്കെ എറർ ഓഫ് കമ്മീഷൻ. അപ്പൊ നിങ്ങൾ എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാം. ചിലപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്യും, താഴെ കുറച്ച് ഓപ്ഷൻസ് വരും, എന്നിട്ട് ചോദിക്കും ഇതിൽ ഏതാണ് എറർ ഓഫ് ഒമിഷൻ. അപ്പൊ എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിളും കറക്റ്റ് ആണ്. ബാക്കി എല്ലാം ഇതിൽ വരുന്നത് എറർ ഓഫ് കമ്മീഷൻ. ഇനി അടുത്തതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഇമ്പാക്ട് ഓൺ ലെജിസ്ലേഷൻ. 2 തരത്തിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 1 സൈഡ് എറർ ഉണ്ട്, 2 സൈഡ് എറർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എറേഴ്സ് മേ എഫക്ട് 1 സൈഡ്, ഏതർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ചിലപ്പോൾ ഡെബിറ്റിന് മാത്രം എഫക്ട് ചെയ്യും, ചിലപ്പോൾ ക്രെഡിറ്റിന് മാത്രം എഫക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? അപ്പൊ ആ സൈഡ്സിന് ബേസിസിൽ ഒരു സൈഡിന് മാത്രം എഫക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1 സൈഡ് എറർ നിന്നും 2 സൈഡിന് ഡെബിറ്റും ക്രെഡിറ്റും അതിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 2 സൈഡ് എറർ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും 1 സൈഡ് എറർ എന്നാണ് അക്കൗണ്ടിങ് എറർ ദാറ്റ് എഫക്ട് ഓൺലി 1 സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് വിച്ച് മേ ബി എയ്തർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിനെയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിനെ മാത്രം നമ്മൾ എഫക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് 1 സൈഡ് എറർ എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? 1 സൈഡ് എറർ. The reason of this error ഇതിന്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? while posting a recorded transaction, one account to correctly posted while the corresponding account is not correctly posted. For example, നോക്കിക്കോ, ചിലപ്പോൾ നമ്മളിടാം സെയിൽ എഴുതി. ഇപ്പോൾ സെയിലിന്റെ നമ്മൾ ജേണൽ എഴുതിയ കറക്റ്റാണ്. സെയിൽ അക്കൗണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ ഒരാളാണ് സെയിൽ ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും മേടിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എഴുതി എന്ത്
എ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ അക്കൗണ്ട് എഴുതി. പക്ഷെ നമ്മളിത് സെയിലിന്റെ നമ്മൾ എയുടെ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തു, എനെ ഡെബിറ്റ് ചെയ്യണം, എയുടെ അക്കൗണ്ട് ലെഡ്ജർ നമ്മൾ ഡെബിറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ സെയിലിന്റെ അല്ല ഇത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, നമ്മളിത് എവിടെ കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്തു, പർച്ചേസ് കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇത് ഏതിന് മാത്രമേ ഉള്ളൂ. എയുടെ ഉണ്ടാവും, എയുടെ സൈഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു ചെയ്തു, പക്ഷെ സെയിൽ ക്രെഡിറ്റ് ചെയ്യുന്ന പകരം കൊണ്ടുപോയി പർച്ചേസ് ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ അതൊരു മിസ്റ്റേക്ക് അല്ലടാ. അപ്പൊ അവിടെ ഏത് മാത്രമേ ആക്ച്വലി തെറ്റിയിട്ടുള്ളൂ, ക്രെഡിറ്റ് സൈഡ് മാത്രമേ തെറ്റിയിട്ടുള്ളൂ, ക്രെഡിറ്റ് സൈഡ് കറക്റ്റ് ആണ്. അപ്പൊ ഇതിന് വൺ സൈഡ് എറർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പറയുന്നത് റോങ്ലി ക്രെഡിറ്റ് എക്സസ് എമൗണ്ട് ഓഫ് ഒരു എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല. അപ്പോൾ ക്രെഡിറ്റ് സൈഡിനെ മാത്രം എഫക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിനെ മാത്രം എഫക്ട് ചെയ്യുക, സച്ച് ടൈപ്പ് ഓഫ് എറേഴ്സ് ആർ കോൾഡ് വൺ സൈഡ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ട്? ഇനി ടു സൈഡ് എറർ. എന്താ ടു സൈഡ് എറർ? ദ എറർ അഫക്ട്സ് ഓൺലി സെപ്പറേറ്റ് അക്കൗണ്ട്, ഇറ്റ് ഈസ് കോൾഡ് ടു സൈഡ് എറർ. രണ്ട് സൈഡും ഡെബിറ്റ് സൈഡിനെ എഫക്ട് ചെയ്യും, ക്രെഡിറ്റ് സൈഡിനും. എക്സാമ്പിൾ സച്ച് as ഓഫ് മെഷീനറി. മെഷീനറി നോക്കിക്കോ, മെഷീനറി പർച്ചേസ് ഓഫ് മെഷീനറി. ഒരു മെഷീനറി മേടിച്ചത് 10,000 രൂപ ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. ഇൻ ദ കേസ് പർച്ചേസ് അക്കൗണ്ട് wrongly debited while machinery account has been omitted debit. So two accounts, the purchase account monetary are affected. So നോക്കിക്കോ ടു സൈഡ് അക്കൗണ്ട്. ഇപ്പൊ നോക്കിക്കോ, ഫോർ എക്സാമ്പിൾ പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എന്താ എഴുതുക? പർച്ചേസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ എന്താ എഴുതുക? ഒന്നെന്ന് പറഞ്ഞാൽ കടത്തിന് മേടിച്ചതായിരിക്കണം, രണ്ടെന്ന് പറയുന്നത് ക്രെഡിറ്റിന് മേടിച്ചതായിരിക്കണം, രണ്ടെന്ന് പറയുന്നത് റീസെല്ലിന് വേണ്ടിയിട്ട് മേടിച്ചതായിരിക്കണം, വിൽക്കാൻ വേണ്ടി മേടിച്ചത്. ഇത് മാത്രം നമ്മൾ എവിടെ എഴുതുള്ളൂ? പർച്ചേസ് അക്കൗണ്ടിൽ എഴുതുള്ളൂ. പക്ഷേ നമ്മൾ മെഷീൻ മേടിച്ചത് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതിയെന്ന് വിചാരിക്കും. അപ്പൊ നോക്കാം, നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ശരിക്കും നമ്മൾ എൻട്രി ഒരു മെഷീൻ മേടിക്കുമ്പോൾ നമ്മൾ എൻട്രി എന്താ വരിക? മെഷീൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ആരൊക്കെ എന്നാണ് മേടിച്ചത്? എ എന്ന് പറഞ്ഞ ആളേക്കാന്ന് വെച്ചാൽ എ, ഇതാണ് നമ്മൾ ശരിക്കും എൻട്രി. സോ ഇതിന് പകരം പക്ഷെ നമ്മൾ എന്ത് എഴുതി? ഈ മെഷീൻ എന്ന് പറയുന്നത് റീസെന്റ് ചെയ്യാൻ മേടിച്ചതല്ല, നമ്മുടെ അസറ്റാണ്. അതുകൊണ്ടാണ് ഈ മെഷീൻ ഡെബിറ്റ് ചെയ്തത്. സോ നോക്കട്ടെ, അതിന് പകരം നമ്മൾ ഇങ്ങനെ എഴുതി പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു എ എന്ന് എഴുതി. അങ്ങനെയാണ് ഇവിടെ എന്താ സംഭവിച്ചത് നോക്കണം. ഇവിടെ ആക്ച്വലി ഡെബിറ്റ് ചെയ്യേണ്ടത് ഇവിടെ പർച്ചേസ് അക്കൗണ്ട് അല്ല. അപ്പൊ നമ്മുടെ ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ആണോ, ഇവിടെ പർച്ചേസ് അക്കൗണ്ടിൽ ഇവിടെ ഒരു ഡെബിറ്റ് സൈഡിൽ എറർ വന്നു അല്ലെ, ഡെബിറ്റ് സൈഡിൽ കൂടി. ശരിക്കും പർച്ചേസ് അത്രയും ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ മെഷീനിൽ ഡെബിറ്റ് കൂടണമായിരുന്നു, പക്ഷെ കൂടിയില്ല, ക്രെഡിറ്റും ചെയ്യില്ല. അപ്പൊ ഇങ്ങനത്തെ പറയുന്ന പേരാണ് എന്ത്? ടു സൈഡ് എറർ. ഓക്കെ, അപ്പൊ നോക്കിയാണ്ടോ, സോ ടു അക്കൗണ്ട്സ് ഈസ് അഫക്റ്റഡ്, രണ്ട് അക്കൗണ്ടിനെ ബാധിച്ചു. പർച്ചേസ് അക്കൗണ്ടും മെഷീനറി അക്കൗണ്ടിനെ എന്ത് ചെയ്തത്? ബാധിച്ചത്. ഇൻ കേസ് പർച്ചേസ് ആർ റോങ്ലി ഡെബിറ്റഡ് വൈൽ മെഷീനറി ആർ ഒമിറ്റഡ്. മെഷീനറി അക്കൗണ്ട് ഒമിറ്റും ചെയ്തു, പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ഡെബിറ്റും ചെയ്തു. അപ്പൊ രണ്ട് തെറ്റ് ചെയ്തില്ലടാ, രണ്ട് തെറ്റ്. ഒന്ന് മെഷീൻ അക്കൗണ്ട് എഴുതേണ്ടത് എഴുതിയില്ല, അതുപോലെ തന്നെ എന്ത് ചെയ്തു? പർച്ചേസ് അക്കൗണ്ടിൽ ഇല്ലാത്ത ഒന്ന് വേറെ ഒന്ന് എഴുതി. അപ്പൊ രണ്ട് എററായില്ലടാ. പിന്നെ പറയുന്നത് ടു സൈഡ് എറർ. അങ്ങനെ നമുക്ക് നോക്കിക്കൂടാ, ഈ വൺ സൈഡ് എററിന്റെ എക്സാമ്പിളൂടെ നോക്കാം. നോക്കിക്കോ, ഫോർ എക്സാമ്പിൾ സെയിൽസ് ബുക്ക് ഈസ് ഓവർകാസ്റ്റഡ് ബൈ 1000. അതായത് സെയിൽസ് ഓവർകാസ്റ്റ് പറഞ്ഞാൽ നമ്മൾ കൂട്ടിയപ്പോൾ 1000 കൂടിപ്പോയി സെയിൽസ്. ഇൻ ദിസ് കേസ് സെയിൽസ് ആർ റോങ്ലി ക്രെഡിറ്റഡ് എക്സാമ്പിൾ. അപ്പോൾ ഇല്ലാത്ത സെയിൽ 1000 കൂടി, വൈൽ കറസ്പോണ്ടിങ് അക്കൗണ്ട് ഓഫ് ദ ഡെബ്റ്റേഴ്സ് ആർ കറക്റ്റ് ഡെബിറ്റഡ്. പക്ഷെ അതിന്റെ കറക്റ്റ് ഡെബ്റ്റർ ബാക്കിയുള്ള എൻട്രീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നു. ഓക്കെ, അതൊരു എക്സാമ്പിൾ. അതായത് വൺ സൈഡ് എറർ എന്ന് പറഞ്ഞാൽ ടു അക്കൗണ്ടിനെ ബാധിക്കുന്നതാണ് എന്ത്? ടു സൈഡ് എറർ എന്ന് പറയുന്നത്. ഒരു സൈഡ് ഇപ്പൊ സെയിൽ മാത്രം കൂടി നടന്നുകൊണ്ട് സെയിലിന്റെ ഡെബ്റ്ററിൽ കറക്റ്റ് എൻട്രി ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താ? അപ്പൊ ഏതിനെ മാത്രമേ ബാധിച്ചുള്ളൂ? ഒരു സൈഡിനെ മാത്രമേ ബാധിച്ചുള്ളൂ, അല്ലെങ്കിൽ ആരെ മാത്രമേ ബാധിച്ചുള്ളൂ? സെയിലിനെ മാത്രമേ ബാധിച്ചുള്ളൂ, വേറെ ഒരു അക്കൗണ്ടിനും ബാധിച്ചിട്ടില്ല. അങ്ങനത്തെ ഇതിനെ നമ്മൾ വൺ സൈഡ് എറർ, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിനെ മാത്രം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിനെ മാത്രം അങ്ങനെ ബാധിക്കുന്നത് എന്ന് പറയും വൺ സൈഡ് എറർ എന്ന് പറയും. രണ്ട് അക്കൗണ്ടിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടു സൈഡ് എറർ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. വൺ സൈഡ് എറർ 27 റിസീവ്ഡ് ഫ്രം ഇഷിത എന്ന് പറഞ്ഞ ഒരാളേക്കാണ് എന്ത് ചെയ്യുന്നത്? പൈസ കിട്ടിയത്. ഇൻ ദ കേസ് ഇഷിത അക്കൗണ്ട് അഫക്റ്റഡ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ പൈസ കിട്ടിയത്, നമ്മൾ ഇഷിതക്ക് പകരം വേറൊരാളെ കൊണ്ട് ചെയ്തത്. അപ്പോൾ സോറി, അതായത് വൺ സൈഡ് ഇഷിത റോങ്ലി ഡെബിറ്റഡ് ടു ഹെർ അക്കൗണ്ട്, അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഒരെറർ അവിടെ സംഭവിക്കുന്നത്. ഇൻ ദിസ് കേസ് ഓൺലി ഇഷിദാസ് അക്കൗണ്ട്, ഇഷിദയുടെ അക്കൗണ്ട് മാത്രമേ എന്ത് ചെയ്തുള്ളൂ? എഫക്ട് ചെയ്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ക്യാഷ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് ക്യാഷ് വന്നതായിട്ട് ഡെബിറ്റ് ചെയ്തത്. സോ സച്ച് ടൈപ്പ് ഓഫ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? വൺ സൈഡ് എറർ പറയുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടിനെയോ അല്ലെങ്കിൽ ഒരു സൈഡിനെയോ മാത്രം അഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷനാണ് വൺ സൈഡ് എറർ എന്ന് പറയുന്നതും ടു സൈഡ് എറർ എന്ന് പറയുന്നത് എന്താ?
രണ്ട് സൈഡിലും. ഇപ്പൊ ഈ വൺ സൈഡ് എററിലായിരിക്കും എന്താ പറയുക, ചിലപ്പോൾ ട്രയൽ ബാലൻസ് എന്തായാലും ടാലി ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, ടു സൈഡിലൊരു മേ ബി ടാലി ആവും. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ. ടു സൈഡ് എററിൽ മിക്കവാറും ട്രയൽ ബാലൻസ് എഗ്രി, ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റും റേറ്റും കറക്റ്റ് ആയിരിക്കും. വൺ സൈഡ് എററിൽ മിക്കവാറും എന്തായിരിക്കില്ല, കറക്റ്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. ഇനി അടുത്തത് എങ്ങനെയാണ് നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ക്ലാസ്സിൽ ഗോയിങ് ടു ഡിസ്കസ്. ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സോടുകൂടെ മിക്കവാറും നമുക്ക് ഒരു ക്ലാസ് മനസ്സിലാക്കാം. ഓക്കെ, ഇതുവരെയുള്ളത് എറർ ഓഫ് കൈനൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കുക എക്സാമിൽ. ഓക്കെ, അപ്പോൾ